അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 30-31 ആയത്തുകളുടെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. 29-ാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുക്കുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ സമൂഹമേ, ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായ രൂപത്തിൽ, അവിഹിതമായ രൂപത്തിൽ, അസത്യമായ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ ഭുജിക്കരുത്, തിന്നരുത്. ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാളിം മിൻകും, അത് നിങ്ങൾ പരസ്പര സമ്മതത്തോടുകൂടി നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വളരെ കരുണയുള്ളവനാണ്. 30-ാമത്തെ ആയത്ത്, വമൻ യഫ്അൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ചെയ്താൽ, ദാലിക, നേരത്തെ പറഞ്ഞ ഇക്കാര്യം, ഉദ്വാനൻ, അക്രമത്തിലൂടെ, ശത്രുതയിലൂടെ, വളുൽമൻ, അന്യായമായി, മർദ്ദനത്തോടുകൂടി, ഫസൗഫ നുസ്ലീഹി, നാം അവനെ ഇട്ടുകളയും അല്ലെങ്കിൽ ഇട്ട് കരിക്കും, നാറ, നരകത്തിൽ, തീയിൽ. വകാന ദാലിക അലല്ലാഹി യസീറ, അള്ളാഹുവിന് അത് വളരെ വളരെ എളുപ്പമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ അഥവാ അന്യായമായി സ്വത്ത് സമ്പാദിക്കരുത്, ഹറാമിലൂടെ സ്വത്ത് സമ്പാദിക്കരുത്, ഇത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹു നമുക്ക് തിന്നാൻ അനുവാദം തന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം തിന്നാൻ അനുവാദം തന്നിട്ടില്ല. തീറ്റയിൽ എന്തിനാണ് മതം കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ആളുകൾ. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ തീറ്റയിലും ഉണ്ട് മതം. തിന്നുന്ന കാര്യത്തിലും അള്ളാഹുവിനെ അനുസരിക്കും എന്നാണല്ലോ ഇപ്പം നമ്മൾ 1 മാസം നോമ്പെടുത്തതിലൂടെ പ്രഖ്യാപിച്ചത്. തീറ്റയിൽ ദീനുണ്ട്, തീറ്റയിൽ മതമുണ്ട്, തീറ്റയിൽ ദീനുണ്ട്. എപ്പോഴാണ് തിന്നേണ്ടത്, എപ്പോഴാണ് തിന്നാതിരിക്കേണ്ടത് എന്നുകൂടി അള്ളാഹു തീരുമാനിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ നോമ്പിൻ്റെ പകലിൽ തിന്നാതിരിക്കുന്നത്. നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൽ തിന്നുന്നത്, അന്ന് തിന്നാതിരിക്കാൻ പാടില്ല, അന്ന് തിന്നേ പറ്റൂ, നോമ്പെടുക്കാൻ പാടില്ല. എപ്പോഴാണ് തിന്നേണ്ടത്, എപ്പോഴാണ് തിന്നാൻ പാടില്ലാത്തത്, ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പുറമെ എന്താണ് തിന്നാൻ പാടില്ലാത്തത്, എന്താണ് തിന്നാൻ പാടുള്ളത്, ഇതും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തിന്നാൻ പാടില്ലാത്തതിന് ഹറാം എന്ന് പറയും. ഹറാമായ ഭക്ഷണ സാധനങ്ങൾ,
തിന്നാൻ പാടുള്ള സാധനത്തിന് ഹലാൽ എന്ന് പറയും. ഹലാലായ ഭക്ഷണ സാധനങ്ങൾ. ഇത് ഈ പദത്തോട് എന്തോ ഒരു വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തിയിട്ടാണ് ഹലാൽ ഫുഡ്, ഹലാൽ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുന്നതിനെതിരെ ആളുകൾ ഉറഞ്ഞുതുള്ളുന്നത്. അതിത്രേ ഉള്ളൂ. മുസ്ലിം സഹോദരന്മാർക്ക് കൂടി കഴിക്കാൻ പറ്റുന്നത് എന്നേ ആ പറഞ്ഞതിനർത്ഥമുള്ളൂ. പന്നിമാംസം മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, അത് വിലക്കപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ ഭക്ഷണത്തിൽ ഹലാലുണ്ട്, ഹറാമുണ്ട്, ഇത് പരിഗണിക്കണം. സമ്പത്ത് എല്ലാ പൈസയും നമുക്ക് എടുക്കാൻ പറ്റില്ല. അക്രമത്തിലൂടെ, കള്ളത്തരത്തിലൂടെ, കൊള്ളയിലൂടെ, പലിശയിലൂടെ, ചതിയിലൂടെ ഒരാൾ പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ ഹറാമായ പൈസയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്നുക എന്നതിന് വെച്ചിട്ടുള്ള നിബന്ധനകൾ പ്രധാനമായി 2 എണ്ണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സൂറത്തുൽ മാഇദയിൽ കാണാം, വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങൾ, ഇതൊക്കെ അള്ളാഹ് നൽകിയത് തന്നെയല്ലേ. കള്ള അള്ളാഹ് നൽകിയതല്ലേ എന്ന് വിചാരിച്ച് ഒരാൾ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിലോ, പന്നി അള്ളാഹു ഉണ്ടാക്കിയ സൃഷ്ടിയല്ലേ എന്ന് വിചാരിച്ച് തിന്നാൻ നിൽക്കുകയാണെങ്കിലോ പറ്റില്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ഹലാലൻ ത്വയ്യിബൻ, അനുവദനീയമായതും നല്ലതും, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം. വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ആഹരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രൂപത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ അനുവാദം ചെയ്ത രൂപത്തിലുള്ള സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഭക്ഷണ കാര്യങ്ങൾ മാത്രമല്ല, കുലു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പാദ്യങ്ങളാണ്. ഇവിടെ നേരത്തെ തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ പഠിച്ച ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പരസ്പരം അന്യായമായി ബിൽ ബാത്തിൽ, ഹറാമായ രൂപത്തിൽ സമ്പാദിക്കരുത്. പക്ഷെ നിങ്ങൾക്ക് സമ്പാദിക്കാം, ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാളിൻ മിൻകും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് നടത്തുന്ന ക്രയവിക്രയങ്ങൾ, കൊള്ളക്കൊടുക്കകൾ, കച്ചവടങ്ങൾ, ഇതൊക്കെ ഓക്കെ. അതിൽ കച്ചവടം വിടും, കൃഷി വിടും, പിന്നെ ജോലി വിടും, ഇതൊക്കെ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിച്ചോളൂ, കുഴപ്പമില്ല, ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷെ കള്ളത്തരത്തിലൂടെ, ചതിയിലൂടെ, ലോട്ടറിയിലൂടെ, പലിശയിലൂടെ നിങ്ങൾ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അവിടെയാണ് അൻ തറാളിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ പിന്നെ പലിശ വാങ്ങിയാലോ, എനിക്കും ഇഷ്ടമാണ്, അയാൾക്കും ഇഷ്ടമാണ്, അന്തിമമായി അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടമല്ല, കുടുങ്ങിയിട്ടാണ് ഒരാൾ പലിശക്ക് വാങ്ങുക. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് കൊടുത്ത് എന്നൊക്കെ പറയുന്നെങ്കിൽ വെറും പറച്ചിലിനാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ ചൂഷണത്തിന് വിധേയമായി ബോധപൂർവം ഇഷ്ടത്തോടു കൂടി നിന്ന് കൊടുക്കൂലല്ലോ. പിന്നെ എന്തിനാ നിന്ന് കൊടുക്കുന്നത്? കുടുങ്ങിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഉണ്ടാവും. നമ്മളുടെ ആധാരം കൊണ്ടുപോയി പണയം വെക്കുന്നു. എന്തിനാണ് പണയം വെക്കുന്നത്? വേറൊരു രക്ഷയില്ല. അങ്ങനെ കുടുങ്ങിയിട്ടായിരിക്കും. പക്ഷെ ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയും. ആ ഇഷ്ടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അന്തറാളിൻ അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും അത് യഥാർത്ഥത്തിലുള്ള ഇഷ്ടമാവുകയും ചെയ്യണം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റുള്ള സമ്മർദ്ദം, കുടുംബത്തിൻ്റെ സമ്മർദ്ദം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കച്ചവടത്തിലൂടെ, ജോലിയിലൂടെ, ആ രൂപത്തിലുള്ള ഏത് വിഭവങ്ങളും ഏത് രൂപത്തിലുള്ള സമ്പാദ്യവും നിങ്ങൾക്ക് സമ്പാദിക്കാവുന്നതാണ്. എന്നിട്ടുള്ള പറയാണ് വമയ്യഫ് അൽ ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ? നേരത്തെ പറഞ്ഞിട്ടുള്ള തെറ്റായ രൂപത്തിൽ, അക്രമമായ രൂപത്തിൽ, ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അതിൽ നിന്നിട്ട് അള്ളാഹു ഒന്നും കൂടി വിശദീകരിച്ചു, ഉദ്വാനൻ വളുൽമൻ. ചിലപ്പോൾ ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ ഒരു കാരണം അയാളോടുള്ള ശാസ്ത്രവമായിരിക്കും. അയാളെന്നാ പിന്നെ ഒന്ന് തകർത്തി കളയാം, അയാളുടെ കാശ്, ഞാൻ അയാളുടെ സമ്പത്ത് ഇല്ലാതാക്കും, അയാളുടെ പൈസ ഞാൻ എടുക്കും, അയാളുടെ പൈസ ഞാൻ പിടുങ്ങും. കാരണം എനിക്ക് അയാളോട് ദേഷ്യമുണ്ട്, ശത്രുത ഉണ്ട്. അതുകൊണ്ട് ആ ശത്രുതയുള്ള രൂപത്തിൽ ഞാൻ അയാളുടെ പൈസ എടുത്താൽ അത് ഹലാലാകുമെന്ന് വരെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എത്രമാത്രം തെറ്റായ രൂപത്തിൽ ആളുകൾ കാണുന്നുണ്ട്.
മുസ്ലിങ്ങളെ പറ്റിക്കാൻ പാടില്ല. മുസ്ലിം അല്ലാത്ത ഒരാളെ പറ്റിക്കുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, കച്ചവടത്തിൽ മുസ്ലിം അല്ലാത്ത ഒരാളെ പറ്റിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല, പറ്റിക്കാൻ പറ്റില്ല, ആരെയും പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ അയാള് RSSകാരനാണ്, അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദിയാണ്, അപ്പൊ നമ്മളോട് ഭയങ്കര ശത്രുത വെച്ച് പുലർത്തുന്ന ആളാണ്. അപ്പൊ നമുക്ക് കുറച്ചയാളെ പറ്റിച്ചൂടെ? പറ്റില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉദ്വാനൻ, ശത്രുതയോടുകൂടി എന്തെങ്കിലും തരത്തിൽ അയാളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, ശത്രുത ഉണ്ട്, അക്കാരണത്താൽ അയാളുടെ പൈസ നിങ്ങൾക്ക് ഹലാലാവില്ല, ഒരു കാരണവശാലും ഹലാലാവില്ല. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ദുൽമാണ്, അക്രമം. വലിയ വലിയ പൈസക്കാര് വളരെ സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിച്ച് അവർക്ക് അവരുടെ എന്താ പറയുക, സാധാരണ നമ്മൾ പറയല്ല, കെട്ടുതാലി വരെ പണയം വെക്കാവുന്ന രൂപത്തിൽ അവരുടെ പൈസ പിടുങ്ങുക, ദുൽമൻ, അക്രമത്തിലൂടെ. ഇപ്പോ ഒരു സമ്പത്ത് നിങ്ങൾക്ക് ഹലാലാവണമെങ്കിൽ അത് നിങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കണം. മറ്റത് നിങ്ങൾക്ക് പൈസ, നിങ്ങൾക്ക് എത്ര പൈസ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കൽ ഹലാലാവില്ല. രണ്ട് കാരണങ്ങൾ അല്ലാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഉദ്വാനൻ വദുൽമൻ, ശത്രുത കാരണത്താലും അക്രമത്താലും. വേറൊരാളുടെ പൈസ നിങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അക്രമമാണ്, അയാളുടെ പൈസ തട്ടിപ്പറിക്കുക എന്ന് പറയുന്നത് ശത്രുതയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുസ്ലീഹി നാറ, അവനെ നാം നരകത്തിലിട്ട് കരിക്കും. ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവർക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണെന്നറിയാം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇവിടെ ഒരു ശിക്ഷയും അതിനില്ല എന്നല്ല, ഇവിടെ അതിൻ്റെ ശിക്ഷ ഉണ്ടാവും. പക്ഷെ പരലോകത്ത് ഇപ്പോ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ സക്കാത്ത് കൊടുക്കാതെ ആ പൈസ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്, സമ്പത്ത് കെട്ടിപ്പുട്ടി വെക്കുകയാണ്, എന്നിട്ട് അത് അയാൾ സ്വയം ഉപയോഗിക്കുകയാണ്. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും, ഈ ഇവർ കൂട്ടിവെച്ചിട്ടുള്ള ഈ സ്വർണവും വെള്ളിയൊക്കെ നാളെ അള്ളാഹു ഇങ്ങനെ ചൂടാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പഴുപ്പിച്ചിട്ട് അവൻ്റെ മുന്നിൽ, നെറ്റിയിൽ, ശരീരത്തിൽ, മുന്നിൽ, പിന്നിൽ ഒക്കെ ഇങ്ങനെ വെക്കും. വെക്ക് മാത്രല്ല, അത് വെക്കുമ്പോ ഫദൂഖു അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളി എന്ന് അവരോട് പറയും ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ അന്യന്റെ പൈസ നിങ്ങൾ തട്ടിയെടുത്ത് തിന്നാൽ, ഭുജിച്ചാൽ, ഉപയോഗിച്ചാൽ ഫസൗഫ നുസ്ലീഹി നാറാ, നരകത്തിൽ അവനെ ഞാൻ കൊണ്ടുചെന്നിട്ട് കരിക്കും. ഇത് നാളെ പരലോക. അപ്പൊ ഒരാള് പറ്റിക്കപ്പെടുന്ന ആൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ എന്നെ പറ്റിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അറിയാതെ പറ്റിക്കാൻ പറ്റും. പലതരത്തിലുള്ള പറ്റിക്കലുണ്ട്. അറിഞ്ഞുകൊണ്ട്, ഇപ്പം എനിക്ക് എന്നെ പറ്റിക്കുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് പറ്റിക്കലുണ്ട്, അപ്പം എനിക്ക് മനസ്സിലാവും അയാളിനെ പറ്റിച്ചു. പക്ഷെ പല പറ്റിക്കലും നമ്മളറിയില്ല, നമ്മളറിയാതെ നമ്മളെ പറ്റിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് പറ്റിച്ച ആൾക്കറിയാം ഞാൻ അയാളെ പറ്റിച്ചിട്ടുണ്ട്. അത് അയാളും അള്ളാഹുവായും ചിലപ്പോൾ മാത്രം അറിയാം. സാധാരണഗതിയിൽ ഒരാളും ഭൂലോകത്ത് അറിഞ്ഞുകൊള്ളുന്നത്. പക്ഷെ അയാൾ അള്ളാഹിൻ്റെ അടുത്ത് അയാൾ രക്ഷപ്പെടുന്നു വിചാരിക്കരുത്. ഒരു 10 ദീനാർ അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളക്കഥ പറഞ്ഞിട്ട് അയാളിൽ നിന്ന് ആ പൈസ വാങ്ങിയിട്ടെങ്കിൽ ഈ വാങ്ങിയ ആൾ പാവം അത് ശരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അയാൾ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടാകും, നിങ്ങൾ ആ പൈസ വാങ്ങിയിട്ടുണ്ടാകും. ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങിയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് നരകത്തിൻ്റെ തീയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ മക്കളുടെ വയറിലേക്ക് നിറക്കുന്നത് ഹറാമാണ്. വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നാളെ നരകത്തിൽ നിങ്ങൾ കിടക്കേണ്ടി വരും. അറിയുന്ന തരത്തിലുണ്ട്. ഇപ്പൊ കള്ളത്തരത്തിന് പിടിച്ചാൽ ശിക്ഷയുണ്ട്, ഇഹലോകത്ത് തന്നെ ശിക്ഷയുണ്ട്. മറ്റൊരാളെ പറ്റിച്ചാൽ ഇഹലോകത്തെ ശിക്ഷയുണ്ട്. പക്ഷെ എപ്പോഴും അത് ഇപ്പോൾ അഴിമതി നടത്തി
നമ്മുടെ നാട്ടിൽ അഴിമതിയും കൊള്ളയും പറ്റിക്കലും എത്ര നടക്കണം, എത്ര ആൾ പിടിക്കപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പിടിക്കപ്പെടാതിരിക്കാൻ എന്താണ്, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ചേർന്നാൽ മതി, എന്നാൽ പിന്നെ എല്ലാം ക്ലീൻ. നല്ല വലിയ വാഷിംഗ് മെഷീൻ ഉണ്ട്. നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ആ പാർട്ടിയുടെ ആളായാലും നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം എന്താ, അവരിതുവരെ നടത്തിയ അഴിമതിയും ഇതുവരെ നടത്തിയ കൊള്ളയൊക്കെ ക്ലീൻ. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് എത്ര ആൾ നമ്മുടെ നാട് വിട്ടിട്ടുണ്ട് അല്ലേ? പിടിക്കപ്പെടുന്നില്ല. എന്നാൽ ഇപ്പുറത്ത് വളരെ സാധാരണക്കാരായ ആളുകൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക കുറ്റകൃത്യം ചെയ്താൽ അവർ പിടിക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു എന്നാണ് ഓർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട മഖ്സൂമി കുടുംബത്തിൽപ്പെട്ട ഖുറൈശി ഗോത്രമാണ്. ഇതിൽപ്പെട്ട ഒരു സ്ത്രീ കളവ് നടത്തിയപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ആലോചിച്ചു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കളവ് നടത്തി എന്ന് പുറത്തേക്ക് വന്നാൽ അത് വളരെ മോശമല്ലേ? അതുകൊണ്ട് പതുക്കെ ഈ വിഷയത്തിൽ ഈ കളവ് നടത്തിയ ആ സ്ത്രീയെ പതുക്കെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നബിയോടൊന്ന് ചെന്ന് പറയണം. നബിയോട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പായിട്ടും അതിനോട് ദേഷ്യപ്പെടും. അപ്പം പിന്നെ ആര് പറഞ്ഞാലാണ് നബിക്ക് ദേഷ്യപ്പെടാതിരിക്കുക? അങ്ങനെ അവരാലോചിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദിനെ പോയിട്ട് അവർ കാണുകയാണ്. ഉസാമയോട് പറയാണ്, നിങ്ങളൊന്ന് പോയിട്ട് സംസാരിക്കണം നബിയോട്. ഈ സ്ത്രീയുടെ കൈ വെട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കും. കാരണം ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, വലിയ VVIP ആണ്. ഇനി കട്ടതിൻ്റെ പേരിൽ അവരുടെ കൈ ഛേദിച്ചാൽ അതിനേക്കാൾ വലിയ അപമാനം വേറെ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് പോയി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉസാമയോട് പറയണം. ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം നബിയുടെ മുഖം ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ മിമ്പറിൽ കയറി ആൾക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിച്ചു പോയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ അവരിലുണ്ടായിരുന്നു. അവരിൽ വലിയ വലിയ ആളുകൾ കട്ടാൽ അവർ തറക്കൂ, വെറുതെ വിടും. എന്നാൽ വളരെ ദുർബലനായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കട്ടാലോ അവൻ്റെ കൈ വെട്ടും. എന്നിട്ട് റസൂൽ പറയാണ്, വലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദ് സറഖത് ലഖതഅതു യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ വെട്ടും. അതാണ് നീതി. കള്ളത്തരത്തിലൂടെ കളവ് നടത്തിയിട്ട് നിങ്ങളൊരു പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ ഹലാലാവില്ല. ഇവിടെ അതിന്റെ ശിക്ഷ കൈവെട്ടലാണ്. ഒരാൾ വേറെ കട്ടെടുത്തു അല്ലെങ്കിൽ മോഷണം നടത്തി, ആ മോഷണം വ്യക്തമായി തെളിഞ്ഞാൽ അയാളുടെ കൈ ഛേദിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണ്. ഇതിനു പുറമെ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് അയാൾ നരകത്തിലും കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഹറാമായ രൂപത്തിൽ നിങ്ങൾ പൈസ സമ്പാദിക്കരുത്. വകാന ദാലിക അലല്ലാഹി യസീറ. അള്ളാഹ്ക്ക് ഇത് വളരെ എളുപ്പമാണ്. ഇനി തൊട്ടടുത്ത ആയത്ത് നോക്കുക. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗൻ. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കലാണ്, വിട്ടു നിൽക്കലാണ്. ഇൻ തജ്തനിബു, നിങ്ങൾ വിട്ടുനിന്നാൽ, നിങ്ങൾ വർജിച്ചാൽ, ഒഴിവാക്കിയാൽ, കബായിർ, കബീർ എന്ന് പറഞ്ഞാൽ എന്താ? കബീർ വലുത് അല്ലേ? കബീർ ആണ് വലുത് എന്നാണ്. കബായിർ എന്ന് പറഞ്ഞാൽ വലുതുകൾ, ഏറ്റവും വലുതുകൾ, കുറേ വലുതുകൾ എന്നാണ് കബായിർ. നിങ്ങൾ ഇതിവിടെ ഉദ്ദേശിക്കുന്നത് വൻ പാപങ്ങളാണ്, വലിയ കുറ്റങ്ങൾ. മാ തുൻഹൗന അൻഹു, നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വൻ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നുകഫിർ, നാം പുറത്തു കൊടുക്കും, നാം വിട്ടുകൊടുക്കും, നാം മറച്ചു കൊടുക്കും, അൻകും, നിങ്ങളിൽ നിന്ന്, സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ ലഘു തിന്മകൾ, വനുദ്ഖിൽകും, നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും, നാം പ്രവേശിപ്പിക്കും, മുദ്ഖലൻ കരീമ, മാന്യമായ സ്ഥാനത്ത്.
ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് അബദ്ധം പറ്റും, തെറ്റ് പറ്റും. മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് തെറ്റ് പറ്റുകയാണ്. ആദ്യത്തെ മനുഷ്യൻ ആരാ? ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്ക് തെറ്റ് പറ്റി. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഭാര്യ ഹവ്വയും ചെയ്തു. കാരണം ചെകുത്താൻ അവരുടെ പിന്നാലെ കൂടി. ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി. ചെകുത്താൻ അവരെ പിന്നാലെ കൂടി അവരെ അതിൽ വീഴ്ത്തി. പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി. അങ്ങനെ മനുഷ്യ പ്രകൃതി കുല്ലു ബനി ആദമ ഖത്താഊൻ ഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാം. മനുഷ്യർക്കൊക്കെ അബദ്ധം പറ്റും. അബദ്ധം പറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. To error is human, to forgive is divine. അബദ്ധം പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ പുറത്തു കൊടുക്കുക എന്നുള്ളത് അത് പടച്ചവൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. മനുഷ്യന് അബദ്ധം പറ്റും. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയൊരു വാതിലാണ് നമുക്ക് തുറന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു. അള്ളാഹു പറയാണ്, നിങ്ങൾ വലിയ വലിയ പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരും. അത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അത് കണ്ടില്ല എന്ന് നടിക്കും. ഒരു അധ്യാപകൻ അയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കുട്ടി എഴുതിയ ക്വസ്റ്റ്യനിലെ ആൻസർ പേപ്പർ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വലിയ വലിയ മിസ്റ്റേക്കുകളൊന്നുമില്ല, ചെറിയ ചെറിയ സ്ഖലിതങ്ങളൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വെക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്താണ് അവരോട് സംസാരിക്കുന്നത്? വലിയ വലിയ മിസ്റ്റേക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഗൗരവത്തിലെടുക്കും. എന്നാൽ വലിയ തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, വലിയ കുറ്റങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ പറ്റിയിട്ടുള്ളൂ എങ്കിൽ ഇത് വിട്ടുതരുമെന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിട്ടുതരുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ തിന്മകൾക്ക് പകരം നന്മകളായി അതിന് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. നമ്മളിരുന്ന് പറ്റിയ തെറ്റുകൾ അള്ളാഹു നന്മകളാക്കി മാറ്റുന്നു. പക്ഷെ നിങ്ങൾ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യരുത്. അപ്പൊ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കുറ്റങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുതരും, ഞാൻ പുറത്തു തരും. നിങ്ങൾക്ക് മാന്യമായ സ്ഥാനം നാം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പൊ ഇനിയിപ്പോ അടുത്ത ചോദ്യം, എന്താണ് ഇപ്പൊ ഈ വലിയ കുറ്റങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 മഹാകുറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ സാധാരണ പറയും സബ്ഉൽ മൂബിഖാത്ത്. ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഹുന്ന, നിങ്ങൾ 7 ഗുരുതരമായ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം കേട്ടോ. സഹാബിമാർ ചോദിച്ചു, അതേതാണ് റസൂലേ? റസൂൽ പറഞ്ഞു, ഒന്നാമത്തെ ഗുരുതരമായ തെറ്റ് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കലാണ്. അള്ളാഹു അല്ലാത്തയാളെ തൻ്റെ രക്ഷാധികാരിയായി സ്വീകരിക്കലാണ്. രണ്ടാമത്തെ കാര്യം സിഹ്റാണ്, മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാരണം ചെയ്യലാണ്. മൂന്നാമത്തെ കാര്യം ഖത്ലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി വേറൊരാളെ കൊല്ലലാണ്. വഅക്ലുർ റിബ, നാലാമത്തെ കാര്യം പലിശ തിന്നലാണ്. വഅക്ലു മാലിൽ യതീം, യതീമിൻ്റെ സമ്പത്ത്, യതീമിൻ്റെ പൈസ തിന്നലാണ്. ഇനി ആറാമത്തെ കാര്യം വത്തവല്ലി യൗമസ്സഹ്ഫ്, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടലാണ്. ഏഴാമത്തെ കാര്യം വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, വളരെ പരിശുദ്ധരായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്തലാണ്. ഇപ്പൊ 7 കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എണ്ണി പറഞ്ഞു, ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ.
അപ്പോൾ ഒരു ചോദ്യം, ഈ 7 കുറ്റങ്ങൾ മാത്രമാണോ വൻപാപങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കബായിറിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ ഈ 7 കുറ്റങ്ങൾ മാത്രമാണോ? അല്ല അല്ല അല്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹാപാപങ്ങൾ ഏതൊക്കെയാണ്? മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് 7-നേക്കാൾ അടുപ്പം 700-നോടാണ് എന്നാണ്. 7-നേക്കാൾ അടുപ്പം 700-നോടാണ്. അതായത് 700ഓളം ഉണ്ട് വലിയ പാപങ്ങൾ. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, പാപമോചനം തേടുന്നതോടുകൂടി വൻപാപങ്ങൾ ഇല്ലാതെയാകും. എന്നാൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ നിങ്ങൾ പതിവായി ചെയ്യുകയാണെങ്കിൽ അത് വലിയ കുറ്റമായി മാറും. ഇത്ര മനോഹരമായിട്ടാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ചെറിയ ചെറിയ കുറ്റങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കും, ചെറുതല്ലേ, ചെറിയ നിസ്സാരല്ലേ. പക്ഷെ ഞാൻ എന്നും ഈ നിസ്സാരമായ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വലിയ പാപമായി മാറും. വലിയ പാപം എന്ന് പറയുന്നത് 7 700ഓളം ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ 7-ൽ പരിമിതപ്പെടുകയില്ല. ഇനി വേറെയും ഹദീസുകളിൽ മറ്റു പല വൻപാപങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായി കാണാം. ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങൾ, അതിനേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എങ്ങനെയാണ് ഒരു കാര്യം വൻപാപമാവുക എന്നതാണ്. ഒന്നാമത്തത് വൻപാപമാകുന്ന അവകാശ നിഷേധമാണ്. നിങ്ങളുടെ അവകാശം ഞാൻ നിഷേധിക്കുന്നു, അത് വൻപാപമായി മാറും. അള്ളാഹുവിൻ്റെ അവകാശവും ഞാൻ നിഷേധിക്കും, അത് വൻപാപമായി മാറും. അപ്പം അവകാശ നിഷേധം അള്ളാഹിൻ്റെതായാലും തിരക്കിടില്ല, സൃഷ്ടികളുടേതായാലും തിരക്കിടില്ല. അത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, അത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ വൻപാപിയായി മാറും. ഇപ്പം ഷിർക്ക് വൻപാപമാണ്. എന്തുകൊണ്ടാണ് ഷിർക്ക് വൻപാപാകുന്നത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. പക്ഷെ നിങ്ങളുടെ അവകാശത്തെ ഹനിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അവകാശം നിങ്ങൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ടാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും വലിയ പാപമാണ് എന്ന് പറയുന്നത്. കാരണം അക്രമാണത്. അള്ളാഹ്ക്ക് അവകാശപ്പെട്ട് നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഇനി വേറൊരാളുടെ സമ്പത്ത് നിങ്ങൾ ആഹരിക്കുകയാണ്, വേറൊരാളുടെ പലിശ നിങ്ങൾ വാങ്ങുകയാണ്. അക്രമാണത്, അത് വൻപാപമാണ്. കാരണം എന്താണ്? അയാളുടെ അവകാശത്തെ നിങ്ങൾ കവർന്നെടുക്കുകയാണ്. വേറെ ഒരാളുടെ സമ്പത്ത് കവർന്നെടുക്കുക എന്നുള്ളത് നിങ്ങൾ അയാളുടെ അവകാശത്തിന് മേൽ കൈവെക്കുകയാണ്. അതുകൊണ്ട് വൻപാപമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവകാശ നിഷേധമാണ്. രണ്ടാമത്തെ കാര്യം ധിക്കാരവും അഹങ്കാരവുമാണ്. ധിക്കാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ അതൊക്കെ വൻപാപങ്ങളായി വരും. മറ്റുള്ളവ ഇപ്പോൾ വ്യഭിചാരം, ഈ 7 വൻപാപങ്ങളിൽ വ്യഭിചാരം എണ്ണിയിട്ടില്ല. എന്നാൽ വ്യഭിചാരവും മഹാകുറ്റമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വലാ തഖറബുസ്സിന, സിന ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ആ ഭാഗത്തേക്ക് തന്നെ പോകരുതെന്ന്. ഗുരുതരമായ തെറ്റായതുകൊണ്ടാണ് അതിന് വലിയ ശിക്ഷയും അള്ളാഹു നിശ്ചയിച്ചത്. വലിയ ശിക്ഷ ഖുർആനിൽ ശിക്ഷ വിധിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ശിക്ഷ വ്യഭിചാരമാണ്. എന്തുകൊണ്ടാണ്? ഗുരുതരമായ തെറ്റാണ്. ഇനി വ്യഭിചാരം എന്നതൊരു തെറ്റായതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ, വഷളത്തരങ്ങൾ ഒരു സ്ത്രീക്ക് നേരെ ആരോപിക്കുന്ന അതും കുറ്റാണ്. ഒരു നല്ല സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു, മോശം വർത്തമാനം പറഞ്ഞു, അവളെ സമൂഹത്തിൽ അപമാനിച്ചു, ഗുരുതരമായ തെറ്റാണ്. കാരണം എന്താണ്? അവരുടെ അവകാശത്തെ നിങ്ങൾ ഹനിക്കുകയാണ്, അവരുടെ അവകാശത്തെ നിങ്ങൾ നിഷേധിക്കുകയാണ്. അപ്പോൾ അവകാശ നിഷേധം അള്ളാഹുവിൻ്റെ അവകാശമാണെങ്കിലും തിരക്കിടില്ല, സൃഷ്ടികളുടെ അവകാശമാണെങ്കിലും തിരക്കിടില്ല, അത് പ്രധാനമായ കാരണമായി മാറും. രണ്ടാമത്തത് ധിക്കാരവും അഹങ്കാരവും. എന്തുകൊണ്ടാണ് ഇബ്ലീസ് പുറത്താക്കപ്പെട്ടത്? ഇബ്ലീസ് ചെയ്ത കുറ്റം എന്താ? ഇബ്ലീസ് അള്ളാഹുവിനല്ലാതെ വേറെ ആരെങ്കിലും ആരാധിച്ചോ? ഇല്ല. ഇബ്ലീസ് പറഞ്ഞത് ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളാണ്, ഇവൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളാണ്, ഞാൻ വലിയ ആളാണ്, ഇത്രേ ഉള്ളൂ. ഖലഖ്തഹു മിൻ തീൻ, അവൻ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഖലഖ്തനീ മിൻ നാർ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അപ്പം ഞാൻ ഒരു ആഢ്യത്വം, ഒരു അഹങ്കാരം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കടക്കട പുറത്തു എന്ന് പറഞ്ഞത്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞത് കേട്ടില്ല, അഹങ്കാരം കൊണ്ട്. അപ്പോൾ അഹങ്കാരവും ധിക്കാരവും ഗുരുതരമായ തെറ്റാണ്. ഈ 2 കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന ഗുരുതരമായ എല്ലാ തെറ്റുകളും ഇതിൽ ഉൾപ്പെടും.
അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുന്നതിന് പശ്ചാത്തലം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് വലിയ കുറ്റമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണീയിട്ടുണ്ട്. കാരണം യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് യുദ്ധരംഗത്ത് നിന്ന് ഒരാൾ പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരെ അവിടെ ഇട്ടിട്ട് ഇയാൾ ഓടില്ലേ? വലിയ കുറ്റമാണ്. അത് വൻ പാപമായിട്ടാണ് ഇവിടെ എണ്ണിയത്, വലിയ കുറ്റമായിട്ടാണ് എണ്ണിയത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിങ്ങൾ വലിയ കുറ്റങ്ങൾ ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയാൽ അത് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു വരും. നിങ്ങൾക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് മഹനീയമായ സ്ഥാനം ലഭിക്കും. പക്ഷേ ഏതാണ് ഈ വലിയ കുറ്റങ്ങളെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ ചോദിച്ചാൽ നമ്മളോടനെ ചോദിച്ചാൽ മനസ്സിലാവും. ഫസ്തഫ്തി നഫ്സക്, നീ നിന്നോടനെ ചോദിച്ചു നീ ചെയ്തത് ശരിയായോ? ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത്തരം തെറ്റുകൾ ഒഴിവാക്കുക. നമ്മളുടെ ജാഗ്രത കുറവ് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരും. ശിർക്ക് ചെയ്യരുത്, സിഹിർ ചെയ്യരുത്, പലിശ വാങ്ങരുത്, മറ്റുള്ളവരെ സ്ത്രീകളെ അപമാനിക്കരുത്. ഇങ്ങനെ ഇവിടെ എണ്ണി പറഞ്ഞ അതുപോലെ തന്നെ യത്തീമിൻ്റെ പൈസ അരക്കാശ്, അരച്ചില്ലി പൈസ നിങ്ങളുടെ സമ്പത്തിലേക്ക് വരരുത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുക. എന്നാൽ അള്ളാഹു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ അള്ളാഹ് മായ്ച്ചു കളയുന്നു. മാത്രമല്ല ഇതിനെയൊക്കെ നിങ്ങൾക്ക് സൽക്കർമ്മമാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നാളെ ഈ കിതാബുകൾ നോക്കുമ്പോൾ അവൻ്റെ ഒരു സന്തോഷമാണല്ലോ അള്ളാഹു ആ പറയുന്നത്, വരി എൻ്റെ കിതാബുകളൊക്കെ എന്തൊക്കെയാണ്, ഇതിൽ ഞാൻ ചെയ്ത കുറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വെട്ടിയിരിക്കുന്നു, അതൊക്കെ അതിനൊന്നും കുറ്റമില്ല. ഇപ്പുറത്ത് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു എത്രയാ മാർക്ക് ഇട്ടുവന്നിരിക്കുന്നത്. ഇപ്പുറത്തോ മറ്റേ ഞങ്ങൾക്ക് റിസൾട്ട് അറിയാൻ വേണ്ട, എല്ലാം എൻ്റെ റിസൾട്ട് ഒന്നും അറിയാതിരുന്നാൽ മതി എന്നായിരുന്നു. അയാൾ പറയണ്ടല്ലോ ഇതെന്താണ്, ഇതെന്ത് കിതാബാണ്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാ കാര്യവും രേഖപ്പെടുത്തി. ഇങ്ങനെ ഒരു ബുക്കില്ല, ചെറുതും വലുതുമായ എല്ലാം. പക്ഷെ സത്യവിശ്വാസിക്ക് അത് കിട്ടുമ്പോൾ ഈ ചെറുതും വലുതുമായിട്ടുള്ള ഈ സംഗതികളിൽ ചെറുതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, അബദ്ധങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അതിന് വലിയ 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 മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ചെറിയ ചെറിയ നന്മകൾ വരെ വലിയ വലിയ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. വലിയ കുറ്റങ്ങളില്ലാതെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അള്ളാഹു ഒഴിവാക്കിയിട്ട് ഇതൊരു നല്ല പുസ്തകമായി അവന് കൊടുക്കും. അവന് സന്തോഷിക്കാം, സ്വർഗത്ത് കിടക്കും. ഇപ്പുറത്ത് വലിയ വലിയ കുറ്റങ്ങളുമായി വരുന്നവൻ നരകത്ത് കിടക്കും. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുറ്റം സാമ്പത്തിക കുറ്റമാണ്. സാമ്പത്തിക കുറ്റങ്ങൾ പറഞ്ഞെടുത്ത് അള്ളാഹു പറയാണ്, പലിശ വാങ്ങുക, അന്യനെ പറ്റിക്കുക, അവൻ്റെ പൈസ കട്ടെടുക്കുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായ തെറ്റായി നിങ്ങൾ മനസ്സിലാക്കുക. അത് ചെയ്തിട്ട് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് വന്നാൽ അള്ളാഹു നിങ്ങൾ നരകത്തിലിടും. പക്ഷെ അത് ചെയ്തിട്ട് നാളെ അള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പടച്ചോനെ പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ, ശാരീരികമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്തിട്ട് അള്ളാഹിനോട് പോയിട്ട് പടച്ചോനെ പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരാളെ 100 ദിനാർ പറ്റിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ വന്നൊരു പടച്ചോനെ പറ്റിപ്പോയി, ഞാൻ അയാളെ പറ്റിച്ചാണ്, പറ്റിപ്പോയി, പൊറുക്കണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 100 ദിനാർ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചോനെ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയി. അടിമകളുടെ അവകാശങ്ങൾ നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആ കവർന്നെടുത്ത അവകാശം തിരിച്ചു കൊടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അള്ള പരിഗണിക്കുന്നില്ല. ആദ്യം അവന് കൊടുക്കേണ്ട പൈസ കൊടുക്കും, എന്നിട്ട് വാ. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അങ്ങനെയുണ്ട്. പടച്ചവനോട് നമ്മൾ ചെയ്ത് തെറ്റ്, ഇപ്പോൾ ഞാനൊരു നമസ്കാരം വിട്ടുപോയി, പടച്ചവനെ എൻ്റെ അടുത്ത് പറ്റിപ്പോയി, പുറത്ത് മാപ്പാക്കി തരണേ, അള്ളാഹു അത് പരിഗണിക്കും. കാരണം അത് അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത അള്ളാഹുവുമായുള്ളതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയതാണ്. അവിടെ അള്ളാഹു അത് പുറത്തു തരും. പക്ഷേ നിങ്ങൾ വേറൊരാളെ അടിച്ചിട്ട് വേറൊരാളുടെ പൈസ പിടുങ്ങിയിട്ട് വന്നിട്ട് പടച്ചവനെ കൊടുക്കണേന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അള്ളാഹു നിങ്ങളെ നാളെ നരകത്തിലിടും. നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ നിർവഹിക്കുക. അന്യൻ്റെ സമ്പത്ത് അന്യായമായി തിന്നാതിരിക്കുക. കച്ചവടത്തിലൂടെ, ജോലിയിലൂടെ, കൃഷിയിലൂടെ ഒക്കെ നിങ്ങൾ ഹലാലായ സമ്പത്ത് നിങ്ങൾ എടുത്തോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ ശരിയായ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ
നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ, ചെറിയ ചെറിയ അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.